പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 12ാം മാസത്തിൻ്റെ 24ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. 26ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. അനേകരും ലക്ഷ്യസ്ഥാനം കാണുവാൻ കഴിയാതെ വഴിയിൽ പട്ടുപോകുന്ന കാഴ്ച നാം ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നു. പലരുടെയും തുടക്കം നല്ലതായിരുന്നു, പക്ഷേ പലവിധ കാരണങ്ങളാൽ പലതിലും ശ്രദ്ധ പതിക്കുന്ന നിമിത്തം അനേകരും ലക്ഷ്യം പ്രാപിക്കുവാൻ കഴിയാതെ അഗാധഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. നാം വീഴാതിരിക്കണമെങ്കിൽ ജയിച്ച് മറുകരയിൽ ഉയർന്നു നിൽക്കുന്ന യേശുവിൽ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇന്ന് ലോകത്തിൽ നാം കാണുന്ന കാഴ്ചകൾ അനേകരും ലോക ഇൻപങ്ങളിൽ, ലോക ആഡംബരങ്ങളിൽ, പാപത്തിൽ, രഹസ്യ പാപങ്ങളിൽ എത്രയെത്ര ബലഹീനതകളിൽ മനുഷ്യർ വീണുകൊണ്ടിരിക്കുന്നു. യേശുവിനെ മാത്രമല്ലാതെ മറ്റെവിടെയെങ്കിലും അഥവാ ആരിലെങ്കിലും നോക്കിയാൽ നാം ഇളകിപ്പോകും. രാഷ്ട്രീയക്കാരിലോ സംഘടനകളിലോ മനുഷ്യനിലോ ഏത് സ്തോത്രം ഈ ലോകത്തിൽ ദൈവഹിതമില്ലാത്ത എവിടെ നോക്കിയാലും നാം ഇളകിപ്പോകും. ലക്ഷ്യത്തിലെത്തുവാനും കഴിയുകയില്ല. ജീവിതം തകർന്ന് പോകത്തക്ക വിധത്തിൽ ലോക സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു. ജനത്തിൻ്റെ നേതാക്കന്മാരും കള്ളപ്രവാചകന്മാരും ജനത്തെ ഇളക്കി വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വചനത്തിൽ ഇല്ലാത്ത ഉപദേശം കൊണ്ടുവരുന്നതുവരെയും നാം സൂക്ഷിക്കണം. പ്രവാചകനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നവരെയും നാം ശോധന ചെയ്ത് തിരിച്ചറിയണം. നെഹമ്യാവിനെ വിളിക്കുവാൻ വന്ന, നെഹമ്യാവിനെ ഇളക്കുവാൻ വന്ന കള്ളപ്രവാചകന്മാരെയും പ്രവാചകിമാരെയും ദൈവദാസൻ തിരിച്ചറിഞ്ഞതുപോലെ വിവേചനത്തിൻ്റെ ആത്മാവിനെ നാം പ്രാപിക്കണം. പൗലോസ് പ്രസംഗിക്കുന്നു എങ്കിൽ പോലും അത് അങ്ങനെ തന്നെയോ എന്ന് നാം തിരുവെഴുത്തുകളെ പരിശോധിക്കണം. ഇനി നമ്മുടെ മുന്നിൽ പൗലോസ് വന്ന്, പത്രോസ് വന്ന്, ആരൊക്കെ വന്ന് പ്രസംഗിച്ചാലും തിരുവെഴുത്തിൽ സ്തോത്രം, തിരുവെഴുത്തിൽ അത് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉറപ്പുവരുത്തിയാൽ നമുക്ക് ഇളകാതിരിക്കുവാൻ കഴിയും. ഒരിക്കൽ സത്യ ഉപദേശം പ്രസംഗിച്ചവരും അനുസരിച്ച് ജീവിച്ചവരും കാലങ്ങൾ കഴിഞ്ഞ് പാപത്തിൽ വീണ് ഉപദേശത്തിന് വിരുദ്ധമായി നിലപാടുകൾ എടുത്താൽ നാം അവരെ അംഗീകരിക്കരുത്. പ്രിയ ദൈവവേദിലേ, ആത്മീയ ജീവിതം ഒരു പഥ്യ ഉപദേശമാണ്. അതിന് വിരുദ്ധമായി ഈ ഭൂമിയിൽ നമ്മെ ജനിപ്പിച്ച അപ്പനായാലും അമ്മയായാലും ഊടപ്പിറപ്പുകളായാലും ആരൊക്കെ വന്ന് അതിന് വിരുദ്ധമായി പറഞ്ഞാൽ ദൈവത്തെ അല്ലാതെ സ്തോത്രം നാം ആരെയും അനുസരിക്കാത്ത നിലപാട് നാം എടുത്തിരിക്കണം. ഒരു കൂട്ടരോടുകൂടെ നാം ഇണ ചേരരുത്, ഇണയില്ല പിണ ചേരരുത്. ഹല്ലേലൂയ. വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് സാമ്യമാണുള്ളത്? ആകയാൽ ലോകത്തിൻ്റെ ഓരോ കാറ്റിനാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചായേണ്ടവരല്ല. ആകയാൽ പ്രിയ ദൈവവേദിലേ, നാം സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി നിലനിൽക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനൊന്നാമതായി നാം നമ്മുടെ ജീവിതം സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തെ തന്നെ സൂക്ഷിക്കണം. യോസഫിൻ്റെ ജീവിതത്തെ യോസഫ് പാപം ചെയ്യാതെ സൂക്ഷിപ്പാനിടയായി.
ദൈവത്തിന് എപ്പോഴും നാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നമ്മെ ദൈവകൃപയിൽ ആമേൻ വിശുദ്ധരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോബിന്റെ ജീവിതത്തിൽ ഭക്തി ത്യജിച്ച് കളയുവാനുള്ള സകല സാഹചര്യങ്ങളും തന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ തൻ്റെ ജീവിതത്തെ താൻ സൂക്ഷിപ്പാനിടയായി. 2, ദൈവത്തിനെപ്പോഴും നാം ആമേൻ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കണം. ഈ ലോകത്തിലെ ആമേൻ സ്തോത്രം ഏത് ആവശ്യങ്ങളുടെ മുന്നിലും ആമേൻ ചിലപ്പോൾ ഉപജീവനമാകട്ടെ ഏത് വിഷയമാകട്ടെ ആമേൻ നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും, നമ്മെ ഉറപ്പിച്ചു നിർത്തുവാനിടയാകും. ആമേൻ ആമേൻ ഹല്ലേലൂയ. 3, ദൈവത്തിൽ തന്നെ എപ്പോഴും ആശ്രയിക്കണം. നാം ലോകത്തിലോ സംഘടനകളിലോ മനുഷ്യരിലോ ആശ്രയിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ആമേൻ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ്. മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കണമെന്ന് യഹോവ തന്നെ നമ്മോട് അരുളി ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും നാം നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ആമേൻ 4, നീതിമാനായി ജീവിക്കണം. നമ്മുടെ ജീവിതം നീതിമാനായിരിക്കണം. നീതിമാനായും നിഷ്കളങ്കനായും ദോഷം വിട്ടകന്നവനായും ജീവിച്ചാൽ ദൈവവേദനയെ ഈ ലോകത്തിൽ ഏതൊക്കെ കട്ടങ്ങളും നഷ്ടങ്ങളും വന്നാലും ദൈവം നിന്നെ കൈവിടുകയില്ല. അവൻ നഷ്ടങ്ങളെ ഇരട്ടി ലാഭമാക്കി നിന്റെ കരങ്ങളിൽ തന്നുകൊണ്ട് നിന്നെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. ദൈവത്തിന്റെ കരുണയ്ക്കായി എപ്പോഴും അപേക്ഷിക്കുന്നവരായിരിക്കണം. നാം അപേക്ഷ കഴിക്കുന്നവരായിരിക്കണം. ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള അപേക്ഷ നാം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം. ആകയാൽ പ്രിയ ദൈവവേദനയെ ജഡസ്നേഹിയായ ശലോമോനെ പോലെ ആയിത്തീർന്നു ജീവിതം തകരാതിരിക്കുവാൻ കരുണയുള്ളവനായി ദൈവത്തെ നാം ആശ്രയിച്ചും ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് പോകാം. എന്തെല്ലാം വന്നാലും ഞാൻ ഇളകാതെ ദൈവത്തിൽ ആശ്രയിക്കുമെന്ന് നമുക്കും ഈ പ്രഭാതം ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിനടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നാഥായി പ്രഭാതവും യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നെന്ന് ഭക്തൻ പാടിയതുപോലെ ഞങ്ങളും ഇളകാതെ നിൽക്കുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ഞങ്ങളെ ആത്മീയ ജീവിതത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും ഇളക്കുന്ന ഏത് പ്രശ്നങ്ങളും ഏത് പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഞങ്ങൾ ഉറച്ചു നിൽപ്പാൻ സ്വർഗം കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ.